ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്നാണെങ്കിൽ ഇവിടെ നല്ലൊരു മഴമൂട്ടമൊക്കെയാണ്. ഈ ഒരു ക്ലൈമറ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അതും നമ്മൾക്ക് എന്താ പറയുക, ബാക്കി വന്നിട്ടുള്ള കുബൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞതല്ല കേട്ടോ, കഴിയാനായിട്ടുള്ള ഇതുപോലുള്ള കുബൂസൊക്കെ നമുക്ക് എപ്പോഴും ബാക്കി ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ വെറുതെ എടുത്ത് കളയുന്നതിന് പകരം ആ ഡേറ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുകൊണ്ട് അടിപൊളി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ക്രഞ്ചി അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കുബൂസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചൊക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് ഒരു കത്രിക വെച്ചിട്ടാണ് ഇതുപോലെ നീളത്തിൽ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയുള്ള കുബൂസൊക്കെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 6 കുബൂസോളം ഉണ്ടായിരുന്നു. ഇനി നമ്മൾക്കിത് നല്ലപോലെ ചൂടായ ഓയിലിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള കുബൂസ് കഷ്ണങ്ങൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു കുബൂസ് കഷ്ണങ്ങൾ ഇട്ടൊരു 10-15 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ ഡിഫറൻസ് ആയിട്ട് വരും. കലപ്പില്ല എന്ന സൗണ്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ ചിപ്സൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കലപ്പില്ല സൗണ്ട് ഉണ്ടാവില്ലേ, ആ ഒരു സൗണ്ട് വരുമ്പോൾ തന്നെ നമ്മളിത് വറുത്ത് കോരി എടുക്കണം. ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവും കേട്ടോ. കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ ഡാർക്ക് കളറായി പോവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വറുത്ത് കോരി എടുക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, ലാസ്റ്റ് ആകുമ്പോഴത്തേനും കുറച്ച് ഡാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ട കുബൂസൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു കുറച്ച് കൂടുതലൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കുബൂസും തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് അച്ചപ്പം കഴിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. അച്ചപ്പത്തിന് ഇത്തിരി കൂടെ മധുരം ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളാണെങ്കിൽ ഇതിൽ ഒരല്പം എരിവും ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ചേർക്കുക. ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്താൽ മതി. കാരണം കുബൂസിൽ ഓൾറെഡി ഉപ്പൊക്കെ ഉള്ളതാണ്. മുളക് പൊടി കുറച്ച് അതേപോലെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് മാത്രം നമ്മളൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ഉപ്പും മുളകൊക്കെ എല്ലായിടത്തും ആവും കേട്ടോ. പിന്നെ ഇത് കഴിക്കാനുണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയോ. അത് ഈ ഒരു ചെറിയൊരു മഴമൂട്ടമൊക്കെ ഉള്ള ആ ഒരു ക്ലൈമറ്റിൽ കഴിക്കാൻ കിഡിലനാണ്. ഈ ഒരു മൂടൽ ക്ലൈമറ്റിൽ ഒരു കട്ടൻ ചായയും പിന്നെ ഈ ഒരു കറുമുറ സ്നാക്സും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കറുമുറ സ്നാക്സ് ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു കറുമുറ സ്നാക്സ് കണ്ടില്ലേ, നമ്മൾ ബാക്കി വന്നത് കളയാൻ വെച്ചിട്ടുള്ള കുബൂസ് വെച്ച് ഉണ്ടാക്കിയെടുത്ത അടിപൊളി സ്നാക്സാണ്. തീർച്ചയായും നിങ്ങളെല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് എപ്പോഴും കുബൂസൊക്കെ നമുക്ക് ചിക്കനൊക്കെ മേടിക്കുമ്പോൾ പുറത്തുനിന്ന് ഗ്രിൽഡ് ചിക്കനൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.